പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളിന്ന് മാലാഖമാരുടെ സംഗീതത്തോട് ചേർന്ന് നമ്മുടെ കർത്താവ് സംസാരിച്ച അറമായ ഭാഷയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സുറിയാനി ഭാഷയിൽ നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. 1962 മലയാളത്തിൽ നമ്മുടെ പരിശുദ്ധ കുർബാന ആക്കുന്നതിന് തൊട്ടുമുമ്പ് വരെ ഏതാണ്ട് 19ാം നൂറ്റാണ്ട് നമ്മുടെ പൂർവികര് ഈ ഭാഷയിൽ ഈ കുർബാനയായിരുന്നു അർപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വലിയ ഒരു അനുഭവമായിട്ട് തന്നെ തീരുകയാണ്. ബഹുമാനപ്പെട്ട മറ്റത്തലച്ചൻ പറഞ്ഞതുപോലെ സുറിയാനി ഭാഷ നമ്മളെ അപ്പസ്തോലിക കാലഘട്ടത്തിലേക്ക് കൊണ്ടുചെല്ലുന്നു. നമ്മൾ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായ സഭയാണെന്ന് പറയുമ്പോൾ തോമാസ് ശ്ലീഹ സംസാരിച്ചിരുന്ന അറമായ ഭാഷയുടെ ഒരു വകഭേദമായ ഈ സുറിയാനിയിൽ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ സഭയുടെ പൗരാണികതയും അതുപോലെ പുരാതനത്വവും എല്ലാം വിളിച്ചോതുന്ന ഒരു കാര്യമാണ്. ലത്തീൻ സഭ, ലോകമെമ്പാടുമുള്ള ലത്തീൻ സഭാംഗങ്ങൾ ലാറ്റിൻ ഭാഷയിൽ ഇപ്പോഴും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവ് പലപ്പോഴും അർപ്പിക്കുന്ന കുർബാനകൾ ലാറ്റിൻ ഭാഷയിലാണ്. അതുപോലെ നമ്മുടെ മലങ്കര കത്തോലിക്ക സഹോദരങ്ങൾ പാശ്ചാത്യ സുറിയാനി ഭാഷയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അതുപോലെ തന്നെ സീറോ മലബാർ സഭ ഈ പൗരസ്ത്യ സുറിയാനി ഭാഷയെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതും ആ ഭാഷയിൽ പ്രാർത്ഥിക്കേണ്ടതുമൊക്കെയാണ്. കാരണം ഈ ഭാഷയാണ് നമ്മുടെ പാരമ്പര്യത്തോട്, അപ്പസ്തോലിക പാരമ്പര്യത്തോട് ഏറ്റവും കൂടുതലായി നമ്മളെ ഇണക്കി ചേർക്കുന്നത്. നമ്മൾ ഇത്രയും പേര് കൂടി ഈ കുർബാന അർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അക്ഷരം പ്രതിയെല്ലാം മനസ്സിലാകണമെന്നില്ല. മലയാളം കുർബാന അറിയാവുന്നവർക്ക് ഇന്നതൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ആയെന്നിരിക്കും. പക്ഷേ നമുക്ക് എല്ലാം മനസ്സിലാവുക, അക്ഷരം പ്രതി മനസ്സിലാവുക എന്നുള്ളതിനേക്കാളും ഏറ്റവും പ്രധാനം സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയൊക്കെ സ്വർഗീയ ആരാധനയിലുള്ള ഒരു പങ്കുപറ്റലാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മാലാഖമാരുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതലായിട്ട് കുർബാനയിൽ അർപ്പിക്കുന്നത്, കുർബാനയിൽ ചൊല്ലുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, നമ്മുടെ പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ മാലാഖമാരുടെ ഗീതത്തോടു കൂടിയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. പിന്നെ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ മാലാഖമാര് പിതാവിനെ പരിശുദ്ധൻ 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 എന്ന് പാടി പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഉടനീളം ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന പദവും പരിശുദ്ധൻ എന്നുള്ളതാണ്. അവസാനം കുർബാന തീരുന്നതിന് തൊട്ടു മുമ്പ് വീണ്ടും നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുമ്പോൾ വീണ്ടും ആ സ്വർഗീയമായ അനുഭവത്തിൽ നിറഞ്ഞ് വീണ്ടും നമ്മൾ പരിശുദ്ധൻ 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 എന്ന് പാടി പുകഴ്ത്തിയിട്ടാണ് നമ്മുടെ ലൗകിക വ്യാപാരങ്ങളിലേക്ക് പോവുക. അപ്പൊ സ്വർഗീയ ലോകത്തിൻ്റെതായ
ആ, പലവിധ വ്യാപാരങ്ങളിൽ മുഴുകുന്നവരെ സംബന്ധിച്ച് ദൈവികമായ ഒരു അനുഭവം, സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമ്മളെ ക്ഷണിക്കുന്നതാണ് ഓരോ ആരാധന. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ മാലാഖമാരുടെ സംഗീതത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ ഇത് നയിക്കുകയാണ്. എൻ്റെയും വ്യക്തിപരമായും എനിക്കിത് വലിയൊരു സന്തോഷമുള്ള ഒരു അനുഭവമാണ്. നമ്മുടെ കർത്താവ് സംസാരിച്ച ഭാഷ അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സുറിയാനി ഭാഷയിൽ തന്നെ ഈ ആരാധനാക്രമം അർപ്പിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. Candy